നിന്നോടും ഹരീഷിനോടും മാത്രമായിട്ട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളോട് മാത്രം. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഇത് നമ്മുടെ കുടുംബ പ്രശ്നം. നമ്മുടെ കുടുംബോ? അങ്ങനൊരു കുടുംബം ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നും അല്ല. ആയിരുന്നു, ഇപ്പൊ അല്ല. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വരരുത്. ശ്രീ മറക്കാൻ ശ്രമിക്കുന്നത് എന്താ? ശ്രീയോട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവൾക്കാണോ എന്നോട് സംസാരിക്കാനുള്ളത്? ശ്രീ, നീയും ഹരീഷും കൂടി എന്തിനാ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന? ആ, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതിന് ഒരു കാരണവുമില്ല, ഒരു ന്യായവുമില്ല. അത് ശരി. ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാര് ഞങ്ങളായല്ലേ? ഞാനിനി ഓരോന്നായിട്ട് മാന്തിക്കറി എടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. ഹരീഷേ, എന്തൊക്കെ പറഞ്ഞാലും എത്ര പിണക്കങ്ങൾ ഉണ്ടായാലും നിങ്ങളും ഞങ്ങളും ഒരു കുടുംബമാ. ഇവൾ എന്റെ പെങ്ങളാണ്. ഞാൻ പെങ്ങളാണെന്നും മകളാണെന്നും അനിയത്തിയാണെന്നും ആ വീട്ടിലുള്ള ആർക്കും ഒരു വിചാരമില്ല. അതാണല്ലോ എല്ലാവരും എന്നോട് ഒരു ശത്രുവിനെ പോലെ പെരുമാറിയത്. ഇതെല്ലാം ശ്രീയുടെയും ഹരീഷിന്റെയും തെറ്റായ ധാരണകളാ. അതെ, പുതിയ വല്ല കോംപ്രമൈസിനും വന്നതാണെങ്കിൽ നിങ്ങൾക്ക് വന്നതുപോലെ തിരികെ പോ. ഞങ്ങൾ കോംപ്രമൈസ് ഒന്നും സ്വീകരിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ തിരികെ പൊക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ വേദനിക്കാനും കൂടെ നിൽക്കാനും ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് പറയാ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അതിന് വേഗം പറയണം. മറ്റൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശത്രുക്കളുടെ കൈകളിൽ ചെന്ന് വീഴരുത്. നിങ്ങൾ ആനന്ദംപിള്ളയുടെ വീട്ടില് സീറ്റ് ചോദിച്ചു ചെന്നോന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ അതാണ് പ്രശ്നം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഇവിടെ തീ പിടിച്ചു. തീ പിടിക്കണം, അതിന് തന്നെയാ പോയത്. അയാൾ എനിക്ക് സീറ്റ് തരും, ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. എക്കാലവും അയാള് നമ്മുടെ കുടുംബത്തിന്റെ ശത്രുവാ. അയാള് പ്രതാപവർമ്മയുടെ നിങ്ങളുടെ ശത്രു ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ശത്രു അല്ല. ശ്രീ, മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര നക്കി കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ അച്ഛൻ നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ആനന്ദംപിള്ള ഒരു ചെന്നായ. അയാള് വർമ്മ സാറിന്റെയും നമ്മുടെയും ശത്രുവാ. പ്രതാപവർമ്മയും സൂര്യമംഗലം കൊട്ടാരവും ഒക്കെ ചേർന്നുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഞങ്ങളില്ല. ഞങ്ങളെയൊട്ട് ചേർക്കുകയും വേണ്ട. ഇലക്ഷന് ഇവള് പിന്മാറണോന്ന് പറയാനാണ് വന്നതെങ്കിൽ അത് നടക്കില്ല. കാരണം ഇവളുടെ ആ തീരുമാനം അതെന്റെയും കൂടെയാ. നിങ്ങളെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഈ ശ്രീലക്ഷ്മി പാഴാക്കില്ല. നീ ഞങ്ങളെ വെല്ലുവിളിച്ച് മത്സരിക്ക്. ആനന്ദംപിള്ള ഒരിക്കൽ വാരിക്കുഴിയിൽ വീണ് പിടയുമ്പോ നീ ഞങ്ങളെ ഓർക്കും. പക്ഷേ അന്ന് കൈകാലിട്ടടിച്ച് വിളിച്ച ആ വിളി കേൾക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഞാൻ നിന്റെ നിലവിളി കേട്ടാ ഓടി വരും. കാരണം എന്റെ കൂടപ്പിറപ്പുകളെല്ലാം എന്റെ ഹൃദയത്തിലുള്ളവരാ.